ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം അല്ലോ കിച്ചുലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മോള് വരുന്നുണ്ട് കോഴിക്കോട്ട്. നോക്ക് നാളെ പാലക്കാട് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓളെ കൊണ്ടുവരാൻ പോകാൻ വേണ്ടിയിട്ട് അത് ഓരോരുത്തർ മാറ്റിയും കൊണ്ട് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് ഫോൺ തോണ്ടാണ് ആൾ വേഗം പോരും പറഞ്ഞിട്ട്. അപ്പോൾ ഇവനിതാ മാറ്റിയും കൊണ്ടൊക്കെ മാറ്റും. അവൻ്റെ മാറ്റലൊരുക്കാനാണ് തീരെ കഴിയാത്ത കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോണതെന്ന്. ഞാനാണെങ്കിൽ മാറ്റി നിന്നിട്ട് ആകെ ഇങ്ങോട്ട് വീർത്ത് കുളിച്ചിരിക്കണ്. താത്താനെ കൊണ്ടുവരാൻ പോകാനെന്നാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണോ സോക്സ് ഇടാൻ ഇറങ്ങിയിരിക്കണത്. അതിൽ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. വണ്ടി കയറിയിട്ടാണ് ആൾ എങ്ങോട്ടാണ് പോണതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താത്താനെ കൊണ്ടുവരാനാണ്. അപ്പോൾ ഓനാകെ ടെൻഷനായി. അപ്പോൾ താത്ത വന്നാൽ ഫോൺ ഓന് കിട്ടൂല. പിന്നെ ഓള് ഫോൺ വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. ഓക്ക് കുറേ പഠിക്കാനും ഇതിനൊക്കെ അതിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും പാപ്പിയും വെള്ളം ഇട്ട് ഒട്ടില്ല എന്നിട്ട് ആൾ പറയണത്. ഞങ്ങളങ്ങനെ ഇതൊക്കെ ഓട്ടോപ്പാടത്ത് എത്തിയിട്ട് ഇതാക്കണം മോളവിടെ. ഓള് നേരത്തെ വന്ന് ബസ് ഇറങ്ങിങ്ങാണ്ട് അവിടെ നിന്നിക്കണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ എഴുതിങ്ങാണ്ട് അങ്ങനെ ഓളെടുത്തിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് പോരാലും എഴുതിയിട്ടാണ് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓള് വന്ന് വണ്ടിയിലൊക്കെ കയറിയിട്ടോ. അപ്പോൾ ചെറിയ ആളും മറ്റവനും ഇങ്ങനെ കൈ കൊണ്ടും കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഓള് വന്നതിന്. ഫോണ് പോകല്ലേ ഇനി അതിൻ്റെത്. ആ കയ്യുമ്മ കൂടിയൊക്കെ ലെയ്ത്ത് എന്താണ് പറയുന്നത്, സ്കൂളത്തെ പാലാക്രമങ്ങളാണ് അതൊക്കെ കേട്ടോ. പിന്നെ വാപ്പാക്ക് നല്ല വിശപ്പ് പറഞ്ഞപ്പോൾ എന്താട്ടി അവിടെ ഒരു ബേക്കറി പീടിയിൽ കയറിയിട്ട് ഉണ്ണിയപ്പവും പിന്നെന്താ ലച്ചിൻ്റെ ഒരു വെള്ളക്കുപ്പിയും വാങ്ങിച്ചിട്ടോ കഴിച്ച് കാരണങ്ങാണ്ട്. അപ്പോൾ അതങ്ങനെ ഓൽക്ക് കൊടുത്തു. അത് കഴിച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെ മേലാറ്റൂർ വന്നു. മേലാറ്റൂർ വന്നിട്ട് ജാം ജൂമിലാണ് കേട്ടോ വന്നത് ഞങ്ങൾ. അപ്പോൾ കുട്ടികളെ അവിടെ പാർക്കിൽ കയറ്റിയിട്ട് ഞങ്ങൾ അവിടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എങ്ങാണ്ട് ഓലെ അവിടെ പാർക്കിലിരുന്ന് നമ്മളവിടെ വെറുതെ മയന്തടിച്ചിരിക്കണ്ടേ. അപ്പോൾ അത് വേണ്ടല്ലോ എഴുതി ഞങ്ങൾ പാർക്കൊക്കെ അവിടുന്ന് ഓലെ പാർക്കിൽ ഇറക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അവർ ബ്രോസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ മോമോസ് ഏൽപ്പിക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മോമോസും ഓൽക്ക് ബ്രോസ്റ്റും പറഞ്ഞു കേട്ടോ. അങ്ങനെ മോമോസ് വന്ന് ഞാനത് കടിച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ആക്കം പോലെ ഇട്ട് ഞാൻ കടിച്ച് ഒരു പീസ് അപ്പൊക്ക് കൈ പോന്ന് വലിയൊരു പീസ് തൊള്ളിപ്പെട്ടിട്ട്. പക്ഷേ അതിമൊന്ന് വീണ്ടും ഞാൻ ചെറിയൊരു പീസാക്കിയിട്ടോ, കാരണം അത്രയ്ക്ക് എരിവുണ്ട്. പിന്നെ ഞാൻ കോഫി ഇട്ടോ പറഞ്ഞിരുന്നു. ഞാൻ 7up പറഞ്ഞിരുന്നു. എനിക്കത് വേണ്ടാറിട്ട് ഞാൻ കോഫി പറഞ്ഞു. ഒരു ഉന്നക്കായും പറഞ്ഞു നോക്കുക. അപ്പോൾ ഓക്ക് ഉന്നക്കായ വേണ്ട. ഓക്കാണെങ്കിൽ വയറിനെന്തോ സുഖമില്ല പറഞ്ഞിട്ട് ഓക്ക് വേണ്ടാറിന് അത് തേച്ചില്ലോളൂ. പിന്നെ വെറും ലൈമ് മാത്രമാണ് കുടിച്ച്. പിന്നെ അത് ബ്രോസ്റ്റും കൊണ്ടുവന്നിട്ട്. അപ്പോൾ ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആൾ ബ്രോസ്റ്റിൻ്റെ ഒരു പീസ് എടുത്തു. പക്ഷേ എടുത്തു എന്നല്ലാതെ ആൾ ബ്രോസ്റ്റൊന്നും കഴിച്ചില്ല. ഓക്ക് അതും വേണ്ടായിരുന്നു. ആ കയ്യുമ്മക്കൂടി കണ്ടില്ല, അതൊക്കെ ഓലെ സ്കൂളത്തെ പരിപാടിയാണ്. ഓലെ +2 കഴിഞ്ഞ് പോയി നിൽക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പാലാക്രമങ്ങളാണ് ആ കയ്യുമ്മക്കൂടിയൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓല് ബ്രോസ്റ്റും അതൊക്കെ കഴിച്ചു. ഞാൻ മോമോസും കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഒരു കോഫി ഉണ്ടായിരുന്നു, അതും കുടിച്ചു. നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു. അവിടുത്തെ ഇറാനി ചായൻ്റെ ഇതിൽ പോയിട്ടാണ് കേട്ടോ കോഫി വാങ്ങിച്ചത്. പിന്നെ അതിൽ ഇതേപോലെ 2-3 പീസ് ബാലൻസ് വന്നു. അപ്പോൾ അത് പാർസൽ വാങ്ങിങ്ങാണ്ട് പോന്നു കേട്ടോ. ഇനി മറ്റവർക്ക് അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ബില്ലൊക്കെ കൊടുത്തിട്ട് ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മക്കളെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ അവർ വീണ്ടും അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ജാം ജൂമിൽ ഇറങ്ങിയിട്ടോ. ജാം ജൂമിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ എഴുതിങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവിടെ ചെന്ന് പെട്ടുള്ളൂ. കുറേ കാലമായിട്ട് തീടുന്ന ഒരു സാധനമാണ് കാക്കപ്പായം എന്നറിയട്ടോ. നല്ല ടേസ്റ്റാണത്. നമ്മൾ തക്കാളി പോലെയാണ് കണ്ടാൽ തോന്നുക. പക്ഷേ ചുവപ്പ് കളറല്ല, ഇതൊരു മഞ്ഞ കളറായിട്ടാണ് കേട്ടോ. തക്കാളിൻ്റെ മാതിരി ഇങ്ങനെ ഒരു ഉണ്ടൊരു ഇതിലിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നല്ല ഇതുണ്ട് എന്നാണ് കേട്ടോ പറയണത്. അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് പറയണത്. പിന്നെ അത് അവിടുന്ന് 2-3-4 സാധനങ്ങളൊക്കെ വാങ്ങിങ്ങാണ്ട് അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തുങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇപ്പം പാർക്കിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു പരിപാടിയില്ല. എത്ര വലിച്ചിട്ടും ആളെ കിട്ടണില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വലിച്ചു, ഓൻ അങ്ങോട്ട് പോകത്തി. പിന്നെ ഷീറ്റായിട്ട് അയിമെന്ന് അങ്ങോട്ട് ഒട്ടി. ഓനാണെങ്കിൽ അങ്ങോട്ട് വീർത്തിക്കണല്ലോ. അപ്പോൾ ഓൻ അങ്ങോട്ട് ഒട്ടി പിടിച്ച് നിന്ന മാതിരിയാണ്. എനിക്ക് എത്ര വലിച്ചിട്ടും കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ആളെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇട്ട് അങ്ങനെ എടുത്ത് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ മോള് ഞങ്ങളൊരു വീഡിയോസ് എടുത്തായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ണ് തെറ്റിയപ്പോൾ കാളയ്ക്ക് പാഞ്ഞ് കയറിട്ടോ. ഓൻ പിന്നെയും വീണ്ടും അതിക്ക് തന്നെ കയറി. പിന്നെ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞപ്പോൾ ആൾ ഇറങ്ങി വന്നു. പിന്നെ അപ്പോൾ ഈ ജീപ്പ് കയറണം എന്ന് പറഞ്ഞാണ്ട് ജീപ്പിലൊന്ന് കയറ്റിട്ടോ. അതിലൊരു 3-4 ചിറ്റ് ചീറ്റിയിട്ടുള്ളൂ. അതിനെ 70 ഉറുപ്പ്യം വാങ്ങി നമ്മളേക്കുന്നത്. ഓൽക്കിപ്പോൾ അതൊക്കെ അല്ലേ ഒരു രസം. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് ആയിക്കോട്ടെ എന്ന് എഴുതിയങ്ങാണ്ട് ഓനായി കയറി ഭയങ്കര ചിറ്റലാണ്. ഇരിക്കൊന്നും പിന്നെ ചവിട്ടണമൊന്നുമില്ല. മറ്റേ ആൾ റിമോട്ടിന് വർക്ക് ചെയ്യിച്ചാണ്. ഓനങ്ങനെ നീച്ച് നിന്ന് പിന്നെ MLA മാരൊക്കെ കൈ കൊടുക്കണ മാതിരി അങ്ങനെ കൈയൊക്കെ കൊടുത്തിങ്ങാണ്ടൊക്കെയാണ് ഓൻ പോണത് കേട്ടോ. ഓൻ വലിയ ആളെ ഇങ്ങാണ്ട് ഇങ്ങനെ അതിൽ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആൾക്ക് ഐസ് എന്തെന്നാണെങ്കിലും ഐസുമാണ്. ഓനാണെങ്കിൽ എന്ത് വാങ്ങിയാലും ഫുള്ള് കഴിക്കൂല. പിന്നെ മാംഗോൻ്റെ ഒരു ഐസാണ് കേട്ടോ വാങ്ങിയത്. അത് വാങ്ങി അങ്ങനെ പോന്നു. അപ്പോൾ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചുമ്പോൾ തരുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ആൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.